ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വൈബല്ലേ. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇതൊന്നും ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഞാൻ വന്നപ്പോൾ ഇതിൽ നിറയെ പയറും മുളകും വഴുതനയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ ആണോ അതോ മണ്ണിൻ്റെ ആണോ എന്നറിയില്ല, കുറേ പച്ചക്കറികളൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അമ്മ രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിക്കലുണ്ട്, എന്നാലും ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല, നല്ല രീതിയിൽ വാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഈ പ്രാണികൾ, പിന്നെ കൊച്ചു കൊച്ചു പുഴുക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പച്ചക്കറിയെ നാശാക്കുന്ന സാധനം. എനിക്കെന്തായാലും അത് ലൈവായിട്ട് കാണാൻ പറ്റി. ഇതങ്ങ് ഇരുന്നിരുന്നങ്ങ് തിന്നുവാണ് ഈ സാധനങ്ങൾ. പക്ഷേ ഞാൻ അതിനെ ഒന്നും ചെയ്യാൻ പോയില്ല, കാരണം അവർക്കും ജീവിക്കേണ്ട, അവർക്ക് വിശന്നിട്ടാവില്ല ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ തന്നെ വെച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ലൈറ്റ് ഗ്രീൻ കളറുള്ള പച്ചമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചീര ഉണ്ടായിരുന്നു, ചേമ്പൊക്കെ അമ്മ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി. പിന്നെ അമ്മ അതിൽ ഇടയിലുള്ള പുല്ലൊക്കെ പറിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ നഖത്തിനിടയിൽ ചെളി കയറുമെന്ന് ഓർത്തിട്ട് ഞാൻ അതിന് ഇറങ്ങി പുറപ്പെട്ടില്ല. പകരം ഞാൻ മുളകൊക്കെ പറിച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്തു. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കോവലുണ്ടായിരുന്നു. കോവലിൽ ഞാൻ ആകെ ഒരു കോവയ്ക്കേ കണ്ടുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊഴിഞ്ഞു പോവും. മഴക്കാലമൊക്കെ ആയ ഇതുപോലെയുള്ള പൂവൊക്കെ പൊഴിഞ്ഞു പോവും. പിന്നെ അമ്മയ്ക്ക് ഈയിടെയായിട്ട് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ടാണ് എപ്പോഴും ഈ പറമ്പിലാണ്. പിന്നെ എനിക്കും ഇഷ്ടമാട്ടോ, നല്ല രസമല്ലേ, വെയിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനിടയിൽ കൂടെ നടക്കാനും ഓരോന്ന് കാണാനും ചെയ്യാനും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഈ പച്ചക്കറി വിത്തൊക്കെ കിട്ടുമ്പം ഇങ്ങനെ നടുവും പിന്നെ നമ്മളതിന് വെള്ളം ഒഴിക്കാനും വളമിടാനും ഒക്കെ കൂടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിനൊരു താല്പര്യമില്ല, അവർക്ക് സമയമില്ല. പിന്നെ ഈ പച്ചക്കറീൻ്റെ ഒക്കെ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമാണ്. അത് തക്കാളീൻ്റെ പൂവാണ്.